ഡിസംബർ 15 വിശുദ്ധ വെർജീനിയ സെഞ്ചൂറിയോൺ ബ്രസിലി. ഒരു ഭക്തകുടുംബത്തിൽ വളർന്ന അവൾക്ക് കുട്ടിക്കാലത്ത് മതപരമായ ജീവിതത്തോട് ആകർഷണമുണ്ടായി. എന്നാൽ 1602 ഡിസംബർ 10 ഗാസ്പാരോ ഗ്രിമാൾഡി ബ്രസിലിയുമായി അവൾക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. അയാൾ ഒരു മദ്യപാനിയും ചൂതാട്ടക്കാരനുമായിരുന്നു. അവർക്ക് 2 മക്കളുണ്ടായി. 1607 ജൂൺ 13 5 വർഷങ്ങൾക്ക് ശേഷം അയാൾ മരണപ്പെട്ടു. 20 വയസ്സുള്ളപ്പോൾ അവൾ വിധവയായി. വെർജീനിയ അവളുടെ അമ്മായിയമ്മയോടൊപ്പം താമസം മാറി. മക്കളെ പരിചരിച്ചു. തൻ്റെ ഒഴിവു സമയം പ്രാർത്ഥനയ്ക്കും ജീവകാരുണ്യത്തിനും വേണ്ടി നീക്കിവെച്ചു. അവളുടെ പെൺമക്കൾ വളർന്ന് വിവാഹിതരായപ്പോൾ വെർജീനിയ രോഗികളെയും പ്രായമായവരെയും ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെയും പരിചരിക്കുന്നതിൽ സ്വയം അർപ്പിച്ചു. 1624 അവസാനത്തിലും 1625 തുടക്കത്തിലും ഈ പ്രദേശത്തെ യുദ്ധം നിരവധി അനാഥരിലേക്ക് നയിച്ചു. ചിലരെ വെർജീനിയ ഏറ്റെടുക്കുകയും പരിപാലിക്കുകയും ചെയ്തു. അവൾ പട്ടണത്തിലെ അഭയാർത്ഥികളോടൊപ്പം ജോലി ചെയ്തു. 1625 ഓഗസ്റ്റിൽ അവളുടെ അമ്മായിയമ്മ മരിച്ചപ്പോൾ വെർജീനിയ സ്വയം ജോലിയിൽ മുഴുകി. അവളുടെ വീട് ഒരു അഭയകേന്ദ്രമാക്കി മാറ്റി. സെന്റോ സിഗ്നോർ ഡെല്ല മിസറിക്കോർഡിയ പ്രൊട്ടേട്രീസി ഡെയ് പൊവേരി ഡി ഗെസോ ക്രിസ്റ്റോ സ്ഥാപിച്ചു. 1629 1630 പ്ലേഗും ക്ഷാമവും ഉണ്ടായപ്പോൾ അവളുടെ വീട് ദരിദ്രരാൽ നിറഞ്ഞിരുന്നു. അവരെയെല്ലാം പാർപ്പിക്കാൻ വെർജീനിയ മോണ്ടെ കാൽവരിയോയിലെ ഒഴിഞ്ഞ കോൺവെന്റ് വാടകയ്ക്കെടുക്കുകയും 1631 അവളുടെ ചാർജുകൾ അവിടേക്ക് മാറ്റുകയും ചെയ്തു. തിരക്ക് കാരണം 1634 അധിക ഭവനങ്ങൾ പണിതു. താമസിയാതെ 300 രോഗികളെ പരിചരിച്ചു. 1635 അവളുടെ ആശുപത്രിക്ക് സർക്കാർ അംഗീകാരം ലഭിച്ചു. വെർജീനിയ അവളുടെ വീടുകളിലെ യുവതികളുമായി അടുത്ത് പ്രവർത്തിച്ചു. അവരെ മതവും ഉപജീവന മാർഗങ്ങളും പഠിപ്പിച്ചു. മോണ്ടെ കാൽവരിയോയുടെ ചെലവുകൾ അമിതമായിരുന്നു. അതിനാൽ വെർജീനിയ 2 വില്ലകൾ വാങ്ങി. അഭയമാതാവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു പള്ളിയുടെ നിർമ്മാണം ആരംഭിച്ചു. 1644 1650 ഇടയിൽ റൂൾ എഴുതപ്പെട്ട സ്ഥാപനത്തിൻ്റെ മാതൃദേവാലയമായി ഇത് മാറി. അത് 2 സഭകളായി വിഭജിക്കപ്പെട്ടു. 1 കാൽവരിയിലെ അവർ ലേഡി ഓഫ് റെഫ്യൂജ് സഹോദരിമാർ, 2 കാൽവരി പർവ്വതത്തിലെ അവർ ലേഡിയുടെ പുത്രിമാർ. 1641 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രൊട്ടക്ടർമാരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഗവർണർമാരുടെയും ഗ്രൂപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ വെർജീനിയ ഭരണത്തിൽ നിന്ന് വിരമിച്ചു. ഏറ്റവും എളിയ സഹോദരിയായി ജോലി ചെയ്തു. ഗ്രൗണ്ടിൽ ജോലികൾ ചെയ്തും ഇൻസ്റ്റിറ്റ്യൂട്ടിനായി ഭിക്ഷ യാചിച്ചും. ഖേദകരമെന്ന് പറയട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ട് വിജയകരമായിരുന്നുവെങ്കിലും രോഗികളെ സുഖപ്പെടുത്തുക, കുട്ടികളെ പഠിപ്പിക്കുക, മുതിർന്നവരെ പരിശീലിപ്പിക്കുക, അലിഞ്ഞുപോയവരെ ഉൽപ്പാദനക്ഷമമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സഹായിക്കുക, സഹായം, വ്യക്തിപരവും സാമ്പത്തികവുമായ പ്രവർത്തനങ്ങൾ എന്നിവ കുറയാൻ തുടങ്ങി. വെർജീനിയയ്ക്കൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരമില്ലാതെ ദരിദ്രരും പുരുഷരുമായ താമസക്കാരെ ഭയന്ന് ഇടത്തരക്കാരും ഉന്നതരുമായ പലരും പങ്കെടുത്തില്ല. അവളുടെ ആരോഗ്യം മോശമായിരുന്നെങ്കിലും വെർജീനിയ സജീവമായ ഭരണപരമായ ചുമതലകളിലേക്ക് മടങ്ങി. 1637 ജനോവ റിപ്പബ്ലിക്കിൻ്റെ രക്ഷാധികാരിയായി പരിശുദ്ധ കന്യാമറിയത്തെ തിരഞ്ഞെടുക്കുന്നതിനും 1642 40 മണിക്കൂർ ഭക്തിയുടെ സ്ഥാപനത്തിനും 1643 ഹോം മിഷനുകളുടെ പുനർജീവനത്തിനും വേണ്ടി അവൾ പ്രദേശത്തുടനീളമുള്ള പൊതുവായ ആത്മീക വികസനത്തിനായി പ്രവർത്തിച്ചു. കുലീനമായ ഭവനങ്ങൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കുന്നവളായി അവൾ പ്രവർത്തിച്ചു. സഭയുടെയും റിപ്പബ്ലിക് അധികാരികളുടെയും അനുരഞ്ജനത്തിന് സഹായിച്ചു. 1647 ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പിന്തുണ സർക്കാർ ഉപേക്ഷിച്ചതുമൂലമുണ്ടായ തർക്കം അവസാനിച്ചു. വെർജീനിയ തൻ്റെ ദിവസാവസാനം വരെ ജോലി തുടർന്നു. പിന്നീടുള്ള വർഷങ്ങളിൽ ദർശനങ്ങളുടെയും ഇൻറ്റീരിയർ ലൊക്കേഷനുകളുടെയും സമ്മാനങ്ങൾ ലഭിച്ചു.